രാധേ രാധേ. ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ വിതുരരുടെ വീട്ടിലേക്ക് കയറി ചെന്നു. ആ സമയത്ത് വിതുരന്റെ ഭാര്യ ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ ഭക്തിയിൽ അലിഞ്ഞുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, അത്രമേൽ ഭക്തി കൊണ്ട് ഹൃദയം തുടിച്ചു. അങ്ങനെ മയങ്ങിപ്പോയ വിതുരരുടെ ഭാര്യ എന്തു ചെയ്തു? കൃഷ്ണന് കൊടുക്കാനായി വാഴപ്പഴം കൊണ്ടുവന്നു. പക്ഷേ ആ ഭക്തി കൊണ്ടുണ്ടായ സംഭ്രമത്തിൽ വാഴപ്പഴത്തിന് പകരം അതിൻ്റെ തൊലിയാണ് ഭഗവാന് കൊടുത്തത്. ഭഗവാനാകട്ടെ ഭക്തിയോടെ സമർപ്പിക്കുന്ന ഒന്നും ഒരിക്കലും നിരസിക്കാറില്ല. കൃഷ്ണൻ തൻ്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ അത് വാങ്ങിക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് ഭഗവാൻ തന്നെ പിന്നീട് പറഞ്ഞു, എത്ര ഭക്തിയോടെ എത്ര സ്നേഹത്തോടെയാണ് വിതുരന്റെ ഭാര്യ അത് തന്നത്. ആ വാഴപ്പഴം കഴിക്കുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി സ്വാദ് അതിൻ്റെ തൊലിക്കുണ്ടായിരുന്നു. ഭഗവാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്. നിങ്ങൾ എന്തു കൊടുക്കുന്നു എന്നതിലല്ല ഭഗവാന് തൃപ്തി, നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതിലാണ്. അങ്ങേയറ്റം ഭക്തിയോടുകൂടി വാഴപ്പഴത്തിൻ്റെ തൊലി കൊടുത്താലും വാഴപ്പഴത്തേക്കാൾ മധുരമായി ഭഗവാൻ ഭക്ഷിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരേ ഒരു ദൈവം ഈ 7-14 ലോകങ്ങളിലും ഒരൊറ്റയാളേ ഉള്ളൂ. അത് ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണൻ.